2017 പശുവിൻ്റെ ലോണായിട്ട് കൃഷി ആവശ്യത്തിനായിട്ട് എടുത്തതാണ്. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ മേടിക്കണം എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേന് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാതിട്ടായിരിക്കാം പാലും കിട്ടിയില്ല, കുറേയൊക്കെ വീണുപോയി, കുട്ടികളെ ഒന്നിനെ പോലും കിട്ടിയില്ല, എല്ലാം ചത്തുപോയി. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ കുറച്ചൊക്കെ നമ്മൾ അടച്ചു. പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേനും നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ ഇടന്നങ്ങ് പെരുവി. ഇങ്ങനെ ഇന്നലെ വൈകിട്ട് ഇതിന് മുമ്പ് ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഒരു 5:30 മണിയായിട്ട് വന്നിട്ട് പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കാൻ പറഞ്ഞു. അപ്പോഴും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് 2 പേര്, ഒരാൾ 2ലും ഒരാൾ 9ലും പഠിക്കുന്നു. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഇരുന്നതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മളിനി പറക്കി ഇന്നലെ ഇവിടെ മുറ്റത്ത് ഇവിടെ വെളിയിലാണ് നമ്മൾ കിടന്നത്. അപ്പോൾ ഒരു കുഞ്ഞാളെ സ്കൂളിൽ വിട്ട് മൂത്ത ആളിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വടവം വാർഡിലെ കാച്ചാണി എന്ന് പറയുന്ന സ്ഥലത്ത് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബം, പശുവിനെ വളർത്തി ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഈ കാണുന്ന നമ്മുടെ തൊട്ട് പിന്നിൽ കാണുന്നത്. പ്രായമായ 10-20 വയസ്സ് എന്ന അച്ഛനും അമ്മയും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ അംഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ലോണ് കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കുകയും അവരുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ വീട്ടിനുള്ളിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന വളരെ ക്രൂരമായ ഒരു നടപടിയാണ് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസ്ഥാന സർക്കാർ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അനുസരിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. മന്ത്രിസഭയിൽ ഒരാളെയും ഇറക്കി വിടാൻ പാടില്ല എന്ന നിലയിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഇന്നലെ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നലെ രാത്രിയിൽ അവർ ഉറങ്ങാൻ കഴിയാതെ ഈ മുറ്റത്ത് കുത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എങ്ങനെയാണ് അവർക്ക് ഉറങ്ങാൻ കഴിയുക? അവരിതാ ഈ മുറ്റത്ത് ആ കൊച്ചു കുട്ടികളെയും കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാർഡിയോളജി പേഷ്യൻ്റായ ബ്ലോക്ക് ഉൾപ്പെടെ വന്നിട്ടുള്ള പ്രായമായ ഒരു അച്ഛൻ, അദ്ദേഹം കഴിക്കുന്ന നിത്യം ഉപയോഗിക്കുന്ന മരുന്ന്, ആ മെഡിസിൻ ആ വീട്ടിനുള്ളിലായിരുന്നു. അതുപോലും എടുത്തു കൊടുക്കാൻ അവർ തയ്യാറായില്ല. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വാർഡ് മെമ്പറും ഇവിടുത്തെ AIYFൻ്റെ പ്രവർത്തകരും MLA അറിയിക്കുകയും MLA ബാങ്കിനെ ബന്ധപ്പെടുകയും സർക്കാരുമായി ഇന്ന് സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുന്ന നിലയിൽ പറയുകയും ഞങ്ങളോട് AIYFനോട് നേതൃത്വത്തോട് ഇവിടെ വന്ന് ആ പൂട്ട് പൊളിച്ച് അവരെ കിടക്കാനൊരിടം അതൊരുക്കി കൊടുക്കണം, അവരെ തിരികെ ആ വീട്ടിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് AIYF പ്രവർത്തകരും MLAയുടെ പേഴ്സണൽ സ്റ്റാഫും പാർട്ടിയുടെ ചുമതലക്കാരനുമായിട്ടുള്ള സഖാവ് വൈശാഖി ദാസിൻ്റെയും വാർഡ് മെമ്പറായുള്ള ശ്രീമതി സിന്ധുവിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്നത് ചെയ്തിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ട. ബാങ്ക് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, ഇത്തരം ക്രൂരമായ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അവസരം AIYFൻ്റെ ഭാഗത്തുനിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല. അത് തടയും. അതിന് യാതൊരു സംശയവും വേണ്ട. ലോൺ അവരടയ്ക്കാമെന്ന് പറഞ്ഞാണല്ലോ, പറഞ്ഞിട്ട് പോലും അവർ ഈ രീതിയിൽ പെരുമാറിയത് നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ MLA സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് ഇവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കാം. അവിടെ മാനേജരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ ഇനിയും അങ്ങനെ ആര് വന്ന് പറഞ്ഞാലും വെളിയിൽ ഇറങ്ങല്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് സാറ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ വന്നിട്ട് നിങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ് ഇറങ്ങി കൊടുക്കണം, സാധനങ്ങൾ ഉള്ളത് വേണ്ടുന്നവരിൽ പറയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പിറകെ വെളിയിലിട്ട് ഒരു 7 മണിയോടുകൂടി അവർ ഒരു 6:30 കഴിഞ്ഞ് അവരെല്ലാം ലോക്ക് ചെയ്ത് ഞങ്ങളെ വെളിയിലാക്കിയിട്ട് പോയി. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെല്ലാം വെളിയിൽ കിടന്നു. പശുവിനെ വളർത്താൻ ലോൺ എടുത്ത ഒരു കർഷക കുടുംബം, ക്ഷീരകർഷക കുടുംബമാണ്. 10 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ്. ഇവിടുത്തെ കാലാവസ്ഥയായിട്ടൊന്നും പൊരുത്തപ്പെടാതെ ഈ പശുക്കൾ പലതും ചത്ത് ഒടുകയാണ് ചെയ്തത്. ലോൺ മുടങ്ങിയതിൻ്റെ പേരിൽ കേരള ബാങ്ക് ജീവനക്കാർ ഇന്നലെ എത്തി ഈ കുടുംബത്തെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുകയും വീട്ടിലെ ഉപകരണങ്ങൾ എടുത്ത് പുറത്തിടുകയും ചെയ്ത് വീട് പൂട്ടി സീല് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഈ വിവരം ഈ വാർഡിലെ ജനപ്രതിനിധിയായ സിന്ധു ബഹുമാനപ്പെട്ട MLA അറിയിക്കുകയും അതിനെ തുടർന്ന് രാവിലെ AIYFൻ്റെ പ്രവർത്തകരും MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ ഞങ്ങളിവിടെ എത്തി ഈ വീട് ബാങ്ക് അധികാരികൾ പൂട്ടി സീലടിച്ചിട്ട് പോയ പൂട്ട് തകർത്ത് ഞങ്ങൾ ഈ കുടുംബത്തെ സുരക്ഷിതമായി ഇതിനകത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, ഇത്തരത്തിൽ പാവപ്പെട്ടവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ജപ്തി നടപടികൾ ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് ലംഘിച്ച്
തികച്ചും ധിക്കാരകരമായ സർക്കാരിനെ കരിവാരിത്തേക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടാണ് ബാങ്ക് ജീവനക്കാർ കാണിച്ചിട്ടുള്ളത്. ഈ ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുക്കാനുള്ള നടപടിയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണമെന്നും കൂടി ഞങ്ങളുടെ ആവശ്യം പറയുകയാണ്. ഇന്നലെ കൊച്ചുങ്ങൾ ഉൾപ്പെടെ അടക്കമുള്ള ഒരു കുടുംബത്തിന് ഇന്നലെ കേരള ബാങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് അവർ പൈസ കുറച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ കൂടെയുള്ള ഒരു തുച്ഛമായ വസ്തുവും ഒരു വീടും മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രത്യേക റൂളുണ്ട്. കിടപ്പാടം ഇറക്കി വിട്ട് ജപ്തി ചെയ്യരുതെന്നുള്ള റൂള് പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവർ ഈ വീട് ജപ്തി ചെയ്തത്. ഇന്നലെ രാത്രി ഇവർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതായിട്ട് MLA അറിയിക്കുകയും ചെയ്തു. MLA അറിയിച്ചതിനെ തുടർന്ന് AYFൻ്റെ പ്രവർത്തകരും MLAയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടാണ് ഇവരെ ഇപ്പം ഈ വീടിൻ്റെ പൂട്ട് പൊളിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്.